ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സാധനം. അത് ഇത് 8ാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഞാൻ ഒരു മോപ്പ് ഫാം ഉണ്ടാക്കാമെന്ന് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. ഒരു മോപ്പ് ഫാം ഉണ്ടാക്കി ഇങ്ങോട്ടങ്ങ് വെക്കാൻ ഞാൻ വെച്ചു. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായിട്ടല്ല. കുറച്ച് ബോൺമീലൊക്കെ ഒപ്പിക്കണം, ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കും, എമറാൾഡൊക്കെ എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫാം ഉണ്ടാക്കാമെന്ന് വെച്ച് കേസ്. അങ്ങനെ ഞാൻ മോപ്പ് ഫാം ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് ഇവിടെ നേഫ് ചെയ്യുന്നതാണ് ഗൈസ്. ഇവിടെ പുതിയ വില്ലേജർ ഓക്കെ വരുന്നുണ്ട് ഗൈസ്, ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതില്ല ഗൈസ്, ഒരു സ്പീഡില്ല. എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഡെമോ ഫാം ഉണ്ടാക്കുന്ന സാധനം ഇവിടെ സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ സാധനം എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് 2 ഹോപ്പർ കൂടെ വേണം, പിന്നെ എന്താണ്ടൊക്കെ വേണം. എനിക്ക് കുറച്ച് ക്രാബ് ഡോറൊക്കെ കുറച്ച് സാധനം വേണം ഗൈസ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇവിടെ എനിക്ക് ആ കുതിര എടുത്ത് അപ്പുറത്ത് അയൺ ഫാം വരെ പോയിട്ട് കുറച്ച് അയൺ എടുത്തുകൊണ്ട് വരാം ഗൈസ്. നമ്മുടെ അയൺ ഫാം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ഇത് നിർത്തി ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ ഗൈസ് നമ്മൾ പിന്നെ കുതിര നമ്മൾ മാറ്റിയായിരുന്നു. ഗൈസ് നമ്മളപ്പം അപ്പുറത്തുനിന്ന് അതിനെടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഹോപ്പർ 4 ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത്രയും സാധനമാണ്, എനിക്കറിയത്തില്ല ഇത്രയും ഈ സാധനം വേണമെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് എന്തായാലും ഇനി ഒരു ബക്കറ്റ് വെള്ളം നിറച്ചിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ ഫിഷ് ഫാം ഗൈസ്, ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് ഗൈസ്. കാരണം ഇതണ്ട ഇത്രയും ലൂട്ട് എനിക്കതിനകത്ത് കിട്ടി. ഞാൻ ഈ ബോ വെച്ച് ഫിഷ് ചെയ്തിട്ട് എനിക്ക് ആദ്യം കിട്ടിയത് ബോയാണ് ഇത്. ലക്ക് ഓഫ് ദ സീയും അൺബ്രേക്കിംഗ് 3 എൻഡിങ്. അത് വെച്ച് ഞാൻ ഫിഷ് ചെയ്ത് എനിക്ക് കണ്ട് ഈ പവർ ഇത്രയും എൻജാനിങ്ങുള്ള ബോ കിട്ടി. ഒരു അടിപൊളി ബോ കിട്ടി, ഒരു എൻജാനിങ് ബുക്ക് കിട്ടി, സ്നോട്ട്ലെസ് സെല്ല് കിട്ടി. ഇത് എനിക്ക് 2 ഇതായിട്ടാണ് ഗൈസ്. ഒരെണ്ണത്തെ അൺബ്രേക്കിംഗ് 3, ഒരെണ്ണത്തെ ലക്ക് ഓഫ് ദ സീയും എൻഡിങ് ആയിട്ട് കിട്ടി. ഞാൻ അത് 2 കൂടെ അങ്ങ് കമ്പൈൻ ചെയ്തോളൂ ചാനലിൽ വെച്ച്. അങ്ങനെ അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ ഞാൻ കൊബിൾ സ്റ്റോൺ ജനറേറ്ററിന് ഉണ്ടാക്കിയതാണ് ഗൈസ്, എനിക്ക് കല്ലെടുക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാം. കാരണം താഴോട്ട് ചാടേണ്ടി വരും ഗൈസ്. അയ്യോ ഗൈസ്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം ഗൈസ്. ആദ്യം തന്നെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് കൈ വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഈ തടിയും കയ്യിരുന്നോട്ട് അത് വേണ്ടി വരും. നമുക്ക് ബാക്കി നമ്മുടെ ടൂൾസൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അയണും കയ്യിരുന്നോട്ട് ഗൈസ്, കാരണം അതും ആവശ്യമുണ്ട്. ഈ ബിൽഡിംഗ് ബ്ലോക്കും കയ്യിരുന്നോട്ട് ഇത്രയും സാധനം കൈ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സാധനമൊക്കെ എടുത്ത് കയ്യിലോട്ട് വെക്കാം ഗൈസ്. 10 സ്റ്റാക്ക് ബ്ലോക്ക് ഉണ്ട്. ഇത് ഇത്രയും മതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇറങ്ങി വരാനായിട്ട് വയ്യ. ഇനി ഇത് കാർപ്പറ്റ്, ഈ ട്രാപ്പ് ഡോറൊക്കെ മേളത്തെ ആവശ്യത്തിനാണ്. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മതി നമുക്ക്. എന്തായാലും നമുക്ക് ഒരു വട്ടം താഴോട്ട് ഇറങ്ങേണ്ടി വരും, കാരണം തയ്യോന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. രാത്രി ഏതോ ഒരവസ്ഥ, എൻ്റെ വേറെ ഇതൊന്നുമില്ല. കിടന്നുറങ്ങിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ബേബി വില്ലേജർ ഒന്ന് വലുതായിട്ട് വേണം ഉമ്മാരെയൊക്കെ അപ്പുറത്തോട്ടൊന്ന് കൊണ്ട് തട്ടാൻ. ഉമ്മാനെ അപ്പുറത്തെ സൈഡ് വരെ കൊണ്ടുപോകണം ഗൈസ്. അതിനി എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സൈഡിലോട്ടങ്ങ് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഇനി ഇവിടെ ഉണ്ടാക്കാമെന്നാണ് വെച്ചത്. നമുക്ക് ഇവിടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 2 ഔട്ട്പുട്ട് ചെസ്റ്റ് ഇവിടെ വെക്കണം ഗൈസ്. എന്നിട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് നമ്മൾ 4 ഹോപ്പർ വെക്കണം ഗൈസ്. ഇതിൻ്റെ മണ്ടയിൽ സ്ലാബ് വെക്കണം, അത് നമുക്ക് വെക്കാം. എന്നിട്ട് ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഒരു ബ്ലോക്ക് മതിയായിരുന്നു, അറിയാൻ വയ്യ, നോക്കട്ടെ ഗൈസ്. അതുണ്ടാക്കി ഓക്കെ, ഒരു ബ്ലോക്ക് മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് ഉണ്ടാക്കി തുടങ്ങാം ഗൈസ്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കെട്ടിപ്പൊക്കി തുടങ്ങാം ഗൈസ്. ഇങ്ങനെ ആയിരുന്നു, ഞാൻ മറന്നു, പണ്ടങ്ങനെ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇവിടുന്ന് 22 ബ്ലോക്ക് മേലോട്ട് പോകണം ഗൈസ്. നമുക്ക് എന്തായാലും താഴത്തെ ഒരു ലെയർ വെക്കാം. അപ്പോൾ തുറക്കാനില്ല. ഓക്കെ ഗൈസ്, ഈ ഒരു ലെയർ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ ബ്ലോക്ക് വെക്കണമായിരുന്നു, മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇവിടെയും വെക്കണമല്ലേ. ഇങ്ങനല്ലായിരുന്നോ? മറന്നുപോയി ഗൈസ് എങ്ങനെയാണ്. അതെ, ഇവിടെ ഒരു സ്ലാബ് വെക്കുന്നു. അതേ ഗൈസ്, ഇങ്ങനെ തന്നെയായിരുന്നു കവർ ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ മേലോട്ട് കയറാം, ഇവിടെ നമുക്ക് ചാടിക്കയറാം. ഓക്കെ ഗൈസ്, ഇനി ഇവിടുന്ന് നമുക്ക് ഇത് കണക്ക് തന്നെ മേലോട്ട് 22, ഇനി 21 ബ്ലോക്ക് കൂടെ പോകണം ഗൈസ്. അപ്പോൾ 2, 3, 4,
5 6 7 20 22 ബേസ്. അങ്ങനെ 22ാമത്തെ ബ്ലോക്കാണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. 22ാമത്തെ ഇതുവരെയായി. ഇനി നമുക്കിതിൻ്റെ 4 വശത്തോട്ട് 8 ബ്ലോക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 ഗൈസ്. ഇങ്ങനെ 4 വശത്ത് ചെയ്യണം ഗൈസ്. 4 8 8 8 8 2 3 4 5 6 7 8 ഒക്കെ ഇല്ല ഗൈസ്. ഇവിടെ നോട്ട് 1 2 3 4 5 6 7 8 ബ്ലോക്കായി ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ 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 ടെമ്പററി ബ്ലോക്ക് വെക്കണം ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കുന്ന് ഇനി നമുക്ക് 2 വരി കെട്ടണം ഗൈസ്. 2 വരി ഇങ്ങനെ ഇപ്പോൾ കുഴി പോയനെ. ഇങ്ങനെ 2 സൈഡിലായിട്ട് നമുക്ക് മൊത്തത്തിൽ എത്ര കെട്ടണം? 2 വരി ഹൈറ്റിൽ കെട്ടണം ഗൈസ്. ഒന്ന് കെട്ടട്ടെ ഗൈസ്. ഒരു വരിയായി. അടുത്ത രണ്ടാമത്തെ വരി കംപ്ലീറ്റ് ഗൈസ്. ഇനി നമുക്ക് ഈ 4 കുട്ടയുടെ ഈ 4 ഭാഗത്തും നമുക്ക് ഇത് ബ്ലോക്ക് കൊണ്ട് നടക്കണം ഗൈസ്. അതാണ് പണി. നടത്തിയിട്ട് വരാം. ഒരു കൂട്ടം നടത്തി ഗൈസ്. ഇനി അടുത്തു ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ മൊത്തം നമ്മുടെ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് മതിൽ കിട്ടണം. ബ്ലോക്ക് തീർന്നു ഗൈസ്. 35 ബ്ലോക്ക് കൂടെ ഉള്ളൂ ഗൈസ്. ഇനി അതെടുക്കണം. നമുക്ക് മതിൽ എടുത്ത് തുടങ്ങാം ഗൈസ്. ഇവിടുന്ന് അടുത്ത ഇനി 2 ബ്ലോക്ക് ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് മതിൽ കെട്ടണം ഗൈസ്. ഇങ്ങനെ കെട്ടണം ഗൈസ്. ഇവിടുന്ന് നമുക്ക് ഇനി 2 ബ്ലോക്ക് ഹൈറ്റ് അടുത്ത മതിൽ കെട്ടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ നമ്മുടെ മതിലെല്ലാം നമ്മൾ കെട്ടി തീർന്ന് 2 വരി വെച്ച് ഹൈറ്റ് മതിൽ കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പരിപാടികളെ ചെയ്യുള്ളൂ ഗൈസ്. നമുക്ക് റൂഫ് കെട്ടണം. നമുക്ക് ഇതിനകത്ത് ട്രാപ്പ് ഡോർ വെക്കണം. ഇവിടെ വെള്ളം ഒഴിക്കണം. അയ്യോ ഒഴിക്കും. വെള്ളം ഒഴിക്കണം. പിന്നെ നമുക്ക് കാർപ്പറ്റും കൂടെ വെക്കണം ഗൈസ്. ഇത്രയും പരിപാടി നമുക്ക് ചെയ്യാറുള്ളൂ. അപ്പം നമുക്കെന്തായാലും ആദ്യം നമുക്ക് ട്രാപ്പ് ഡോർ വെക്കുന്ന പരിപാടി നമുക്ക് തുടങ്ങാം ഗൈസ്. ഇനി ഇത്രയും ട്രാപ്പ് ഡോർ തികയത്തില്ല. 25 ഉണ്ടാക്കിയുള്ളൂ. ബാക്കി ഉണ്ടാക്കാനുള്ള സാധനം എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ട്രാപ്പ് ഡോർ വെക്കണം ഗൈസ്. നമുക്ക് ഇങ്ങനെ 2 സൈഡിലും വെക്കണം ഗൈസ്. ഇങ്ങനെ 2 സൈഡിൽ ഇത് കണക്ക് വെക്കണം ഗൈസ്. എന്നിട്ട് കണക്ക് 4 വശത്ത് നമുക്ക് വെച്ചിട്ടാണ് ഗൈസ്. നമ്മൾ ട്രാപ്പ് ഡോർ എല്ലാം വെച്ച് നമുക്ക് ഇത് ഫ്ലിക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതെല്ലാം തുറന്ന് നോക്കാം ഗൈസ്. കാരണം മോപ്സിന് ഇത് ഫുൾ ബ്ലോക്കാണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഈ ബ്ലോക്ക് കൂടെ കൂട്ടിച്ചാൽ ഇത് നമുക്ക് ട്രാപ്പ് ഡോർ നമുക്ക് ഇച്ചിരി ഉള്ളൂ. പക്ഷേ ഇത് മോപ്സിന് ഫുൾ ബ്ലോക്കാണ് ഈ ട്രാപ്പ് ഡോർ ആയിട്ട് വെച്ചില്ല. അപ്പം നമുക്ക് അവർ ഇതിനകത്തൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്തൂടെ തള്ളി വരും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കിവിടെ മറ്റേ ഇതുകൂടെ വെക്കാം ഗൈസ്. ഏതാ പിന്നെ എൻ്റെ ഇനി 4 സ്റ്റാക്ക് എത്ര 3 സ്റ്റാക്ക് 41 ബ്ലോക്ക് കൂടെ ബാക്കിയുള്ളത് വെച്ച് റൂഫ് സെറ്റ് ചെയ്യാൻ നമുക്ക്. ഞാൻ വിചാരിച്ച റൂഫ് നമുക്ക് ബോട്ടം സ്ലാബ് വെച്ച് സെറ്റ് ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ മോബ് സ്പോൺ ആകത്തുമില്ല, കവറായിട്ട് ഇരിക്കുകയും ചെയ്യും ഗൈസ്. പിന്നെ ഈ ടോർച്ച് ഞാൻ തൽക്കാലത്ത് ഇങ്ങോട്ട് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് പൊട്ടിച്ചാലുള്ള ടോർച്ചാണ്. നമുക്കിത് ഫ്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മൂക്ക് ഫാമിൻ്റെ പണി ചെയ്ത് ഗൈസ്. വെള്ളം ഞാനിപ്പം ഒഴിക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം ഒഴിക്കുന്നു ഞാനിത് എല്ലാം വെച്ച് കഴിഞ്ഞാൽ റൂഫ് സെറ്റാക്കുന്നതിന് മുമ്പ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കാർപ്പറ്റ് വെക്കുന്നതിന് ഇച്ചിരി പാട്. അതിൻ്റെ ഈ കാർപ്പറ്റ് കുറച്ചുള്ളൂ. ഒന്നുകൂടെ താഴെ പോകേണ്ടി വരും. അത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒരെണ്ണം വെക്കണം ഗൈസ് ഇവിടെ. എന്നിട്ട് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് വെക്കണം. വീണ്ടും 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത്. ഇങ്ങനെയാണ് ഗൈസ് വെക്കേണ്ടത്. ഇവിടെ നിന്ന് 2 ബ്ലോക്ക് എന്നിട്ട് ഇവിടുന്ന് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ 2 ബ്ലോക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് കാർപ്പറ്റ് വെക്കേണ്ടുന്നത് എന്നാണ് എൻ്റെ ലോജിക്ക്. ഈ തോന്നുന്നു ഇങ്ങനെയായിരുന്നു. ഇനി തെറ്റാണെങ്കിൽ ഞാൻ സ്പൈഡർ സ്പോൺ ആവും. ഇങ്ങനെ സ്പോൺ ആവുകയാണെങ്കിൽ നമുക്ക് അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കാം ഗൈസ്.
കാർപ്പറ്റ് തേച്ചിട്ടുണ്ട് നമ്മൾ വെച്ച്. ഇനി തെറ്റാണെന്ന് ദൈവത്തിനറിയാം. ഇനി നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കാം ഗൈസ്. ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാകും ഗൈസ്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം വേണ്ടി 2 ബക്കറ്റ് വെള്ളം ഉണ്ടല്ലേ. ഗൈസ് നമുക്ക് തൽക്കാലത്തിന് ഈ കാർപ്പറ്റ് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് ടെമ്പററി ബ്ലോക്ക് വെച്ച് നമുക്ക് ഇങ്ങോട്ട് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഒന്ന് ഇനി നമുക്ക് ഇവിടുന്ന് വെള്ളം എടുത്ത് മറയ്ക്കാം ഗൈസ്. ഇത് എത്ര ബക്കറ്റ് ഇരിപ്പുണ്ടാ? 4 ബക്കറ്റ് ഉണ്ടല്ലേ. എസ് ഗൈസ് 4 ബക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഇടത്ത് നിറയ്ക്കാനായിട്ടുള്ളതുണ്ട്. ഇവിടെ ഒരു ബക്കറ്റും ഇവിടെ ഒരു ബക്കറ്റ് ഗൈസ്. ഇതിനകത്ത് എത്തി. ഇനി നമുക്ക് ഈ ബക്കറ്റ് വെള്ളം ഇങ്ങനെ തിരിച്ചെടുക്കാം. ഓക്കെ, അത് സെറ്റായി. ഇനി ഇവിടെ 2 ബക്കറ്റ് അത് സെറ്റായി ഗൈസ്. ഇവിടെ ഒരു ബക്കറ്റ് കൂടെ ഒഴിച്ചിട്ട് പഠിക്കാൻ വരാം ഗൈസ്. അയ്യോ, പോയി കാർപ്പറ്റ് വിളിച്ചു പോയി. ഈ വെള്ളം കൊണ്ട് കിടക്കണം ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ ഒന്നേന്ന് വെക്കണ്ട ഇതൊക്കെ. എൻ്റെ ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഇവിടെ ഇടണം, ഇവിടെ ഇടണം ഗൈസ്. ബാക്കി പിന്നെ ഏതായിരുന്നു? ഇവിടെ നിന്ന് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഇവിടെ ഇടണം. അവിടെ ഇടണോടുണ്ട് ഗൈസ്. നമുക്ക് വെക്കാം. ഇവിടെ ഇടണം. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒഴിച്ച് ഇനി ഇവിടെ ഒഴിച്ചിട്ട് ഒഴിച്ചില്ലേ ഇവിടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ വെള്ളം അങ്ങ് തിരിച്ചെടുത്തിട്ട് നമുക്ക് ഇതങ്ങ് പൊട്ടിക്കാം ഗൈസ്. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച കാർപ്പറ്റ് ഇവിടെ തിരിച്ച് ഇത് കണക്ക് വെച്ചിട്ട് നമ്മുടെ ബെഡും പൊട്ടിച്ചെടുത്ത് ഇവിടെ ഫ്ലോയൊക്കെ കറക്റ്റാണല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇപ്പോൾ ചത്ത പിന്നെ താഴെ നിന്ന് കയറി വരാൻ ഭയങ്കര പാടായി ഗൈസ്. ഇനി നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം ഗൈസ്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് കയറാം ഗൈസ്. ടെമ്പററി ബ്ലോക്ക് എടുക്കുക. ഈ വെള്ളമൊക്കെ തിരിച്ച് മാറ്റി വെച്ച് 1 ബക്കറ്റ് വെള്ളം മാത്രം കൈ വെച്ചേക്കാം. ബ്ലോക്കും കയ്യിലോട്ട് എടുത്ത് വെക്കാം ഗൈസ്. ഇനി ടെമ്പററി ബ്ലോക്ക് വെച്ച് മണ്ടയ്ക്ക് കയറുക. അതിന് മുമ്പിൽ ലൈറ്റിങ് ഈ സാധനം ഇവിടെ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം എല്ലാം പൊളിഞ്ഞേനെ. ഓക്കെ ഗൈസ്, എടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോൺ ആവില്ലെന്ന് അറിയത്തില്ല. ലൈഫില്ല ഗൈസ്. ചാടാൻ നിൽക്കണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. പോയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഞാൻ അതോടെ വീണിച്ചാവും. മണ്ടയ്ക്ക് കയറിയിട്ട് ഇതൊന്നിനെ വെച്ച് ഇത് പൊട്ടിച്ച് കളഞ്ഞേക്കാം ഗൈസ്. എന്നിട്ട് ഇവിടെ സ്നീക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്ലാബ് ആക്കണം ഗൈസ്. സ്ലാബ് ഇത് ഇരിക്കുന്നതിന് നമുക്ക് സ്ലാബ് ആക്കണം. ഓക്കെ, ബോട്ടം സ്ലാബാണ് ഗൈസ് നമുക്ക് വെക്കേണ്ടുന്നത്. ബോട്ടം സ്ലാബ് ഓക്കെ. 2 സ്റ്റാക്ക് ആയിട്ടുണ്ട് ഗൈസ്. 2 സ്റ്റാക്ക്. ഞാൻ കാണിച്ചേ. ഓക്കെ, നമ്മളിപ്പോൾ 3 സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ബോട്ടം ഗൈസ് നമുക്ക് കവർ ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത് ബോട്ടം സ്ലാബാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് മോബ് സ്പോൺ ആവത്തില്ല. അപ്പം നമുക്ക് ഇത് അങ്ങോട്ട് വെച്ച് പോയാൽ മതി ഗൈസ്. ഈ ക്രാഫ്റ്റിംഗ് ടേബിളിങ് പൊട്ടിച്ചെടുത്തിട്ട് പൊട്ടുന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് വേറെ ബ്ലോക്കൊന്നും വെക്കാതെ നോക്കണം ഗൈസ്. ഇവിടുന്ന് വീണ് ചാവാതെ നമുക്കിവിടെ മൊത്തം നമുക്കിത് അടയ്ക്കാം ഗൈസ്. ഞാൻ അടച്ചിട്ട് കാണാം. ഗൈസ്, നമ്മൾ എല്ലാം അടച്ചിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും ഒരിടത്ത് കുഴിച്ചിട്ടേ ഇതിൻ്റെ കുഴപ്പമുണ്ടോയെന്നൊക്കെ നോക്കാം. തീർട്ടൊക്കെ ഇല്ലയോ? ഓക്കെ, സീനൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന 2 കുറച്ച് ഉള്ളായിരുന്നു, അതെൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്കിവിടുത്തെ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം ഗൈസ്. ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. ചാടിയാലോ ഗൈസ്? ചാടണോ അതോ MLG ആണോ? നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ MLG എന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് ഓടി വരണം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് ഗൈസ്. നമുക്ക് ഞാൻ തിരിച്ച് വരാം ഗൈസ്. നമ്മളങ്ങനെ കിലോമീറ്ററുകൾ ഓടി തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ റോഡിന് ഒഴുകി പോകാറില്ല.
ഇത് പോകുന്നതിന് വിഷമമില്ല ഗൈസ്, ഇവിടുന്ന് തിരിച്ചോടുന്നതിൻ്റെ വിഷമമായിരുന്നു. വേറെ വേണ്ടുന്ന സാധനമൊന്നും കയ്യില്ല. എന്തായാലും ഓടി വന്ന ഒരു സ്പ്രൂസിൻ്റെ സാപ്ലിങ് കിട്ടി ഗൈസ്. എന്നിട്ട് നമുക്ക് സാധനമൊക്കെ എടുത്തിട്ട് നമ്മുടെ ബാക്കി പരിപാടി അങ്ങ് തീർക്കാം. ഇത് വർക്കാവോ എന്ന് നോക്കാം ഗൈസ്. വർക്കായില്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ഇത്രയും കഷ്ടപ്പെട്ട് പണിഞ്ഞ് വെച്ചിട്ട് വർക്കാവുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡേർട്ടൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റണം ഗൈസ്. ഷവൽ ഇല്ല, കൈ കൊണ്ട് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അതാണ് നമ്മുടെ പണി, ഡേർട്ട് പൊട്ടിച്ച് മാറ്റുക. ആരേലും നിൽപ്പുണ്ടോ? ഇല്ല ഗൈസ്, പോണാവും. ഓക്കെ, പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ബ്ലോക്ക് ഉണ്ടല്ലോ അല്ലോ അല്ലേ, 2 ബ്ലോക്കോ? ഓ ഷിറ്റ് ഗൈസ്, 2 ബ്ലോക്കേ ഉള്ളൂ. ആ സ്ലാബ് വെച്ച് അടയ്ക്കാം. പിക്കാക്സ് എങ്കിൽ ഓക്കെ, പൊട്ടിച്ച് മാറ്റുക. ഈ ഡർട്ടെല്ലാം നമുക്ക് പൊട്ടിച്ച് മാറ്റണം ഗൈസ്. ഓക്കെ, പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അടയ്ക്കാൻ ഉണ്ടായിരുന്നല്ലേ, ഇത് വെച്ചടയ്ക്കാം ഗൈസ്. അല്ലാതെ വേറെ എൻ്റെ ബ്ലോക്കൊന്നും ഇല്ല ഇനി എടുക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് ഓരോ സ്ലാബ് വീതം വെക്കണം ഗൈസ്, നമുക്ക് ക്രീപ്പറിന് നമ്മുടെ റീച്ച് ആവാതിരിക്കാൻ. ഓക്കെ, അത് ഗൈസ് നമ്മുടെ ഫാമിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് വെച്ചാൽ മതി ഗൈസ്, അതോടെ ചെയ്യാനുള്ളൂ. ട്രാപ്പ് ഇതിനെ വെറുതെ സമയം കളയാൻ നമുക്ക് ഇപ്പോഴേ ചെയ്ത് തീർക്കാം. 3 ഉള്ളൂ ഗൈസ്, 3 ഉണ്ടാക്കാനുള്ളതേ ഉള്ളായിരുന്നു. ഒരെണ്ണം ഞാൻ പിന്നെ ഉണ്ടാക്കി വെക്കാം. എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് മരിച്ച് ഹൈറ്റിൽ പൊങ്ങി ഇരിക്കാനായിട്ട് ഗൈസ്, അത് 3 ഉണ്ടാക്കാനുള്ളതേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് ഒന്നും ചെയ്യില്ല, നമുക്ക് ഇവിടെ വന്ന് നിൽക്കുക, സൈഡിലോട്ട് വന്ന് നിൽക്കുക, സ്നീക്ക് ചെയ്തിരിക്കുക, പിന്നെ ഇവിടെ അടിച്ച് കൊല്ലുക. ഇതുള്ള ദിവസം നമ്മുടെ ഫാമിൻ്റെ പണി വരുന്നത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഈ ഫാം ഇപ്പോഴും വർക്കാവുന്നതുകൊണ്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. വർക്കായില്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി കാണുന്ന ഗൈസ്, മെയിൻ സൈനിങ് ഓഫ് ഗൈസ്.